ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെൽനോസ് പാട്ടിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ വീട്ടിലും എന്റെ കുടുംബത്തും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനും ഉപേക്ഷിച്ച് ഒരു ആണിന്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട് തന്നെയാ. ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം വെച്ചിട്ട് പുറത്ത് അത് പ്രകടിപ്പിക്കാതെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? അതപ്പൊ നിങ്ങൾ കണ്ടത്. അത് വേറൊരു വിഷയം. അപ്പൊ വീണ് കിടക്കുമ്പോഴേ ചവിട്ടാൻ പറ്റൂ, അത് അവിടെ നടക്കട്ടെ. വേറൊരു കാര്യം ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഹെലനോസ് പ്രാട്ടോ എന്ന് പറയുന്ന പെണ്ണ് വ്ളോഗർ, അവര് സെലിബ്രിറ്റി ആയ ഒരു വ്ളോഗറാണ്. അപ്പം മദ്യപിക്കുന്നതും മദ്യപിക്കാത്തതും ഒക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരുടെ വീട്ടുകാരാണ് അതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. മദ്യപിച്ച് വാഹനം ആരോടിച്ചാലും അത് തെറ്റാണ്. ഇപ്പം ഇതിനകത്ത് മറുപടിയായിട്ട് വന്നേക്കുന്ന ഹെലൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളതൊന്ന് കേൾക്കുക. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ ഒരു നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണോ, അതോ മീഡിയ ഫെയിം ഉള്ളവർക്ക് നിയമത്തിനകത്ത് വല്ല മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് ഇപ്പൊ നിങ്ങളെ പോലീസ് പിടിച്ചത് കൊണ്ട് നിങ്ങൾ പറയുന്നു വന്നിരുന്നിട്ട് എന്നെ പോലീസ് പിടിച്ചു, പിന്നെ ശരിയാണ്, ഞാൻ ഒരു ബിയർ കുടിച്ചു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റായി പോയി ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ വാഹനം ഓടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ പറഞ്ഞുള്ള ഒരു അറിവേ ഉള്ളൂ. അപ്പം ഇത് വെച്ച് കേൾക്കുമ്പം ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ആദ്യമായിട്ടുള്ള സംഭവം ആണ് എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ എന്തായാലും ഒന്ന് മടിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും ബാക്കിയൂടെ കേൾക്ക്, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നത് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി സംധിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ്, ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി ഒരു പെഗ് എന്നല്ല, അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും. കേരളത്തിലെ എല്ലാ ജനങ്ങളോടും പോലീസ് ഇങ്ങനെയാണോ കാണിക്കുന്നത്? എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുകയാണ്. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതും കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ വണ്ടിയെ ഫോളോ ചെയ്ത് ചെന്നപ്പം അവരെ വീടിന്റെ ഫ്രണ്ടിലാണ് നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഇറങ്ങിയ ഒരു സാധാരണക്കാരനായ ഒരാളായിരുന്നെങ്കിൽ പോലീസ് ഇത്തരത്തിലായിരിക്കുമോ പെരുമാറുന്നത്? ഇതിവർ പറഞ്ഞ് ഉള്ള അറിവാണ് നമുക്കുള്ളത്, നമ്മൾ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള പോലീസ് എന്ന് പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലാണോ? മോളൊരു കാര്യം ചെയ്യൂ, ഊതി ഇതിനകത്ത് മദ്യം കഴിച്ചപ്പോണ്ട്, മോളൊരു കാര്യം ചെയ്യൂ, പെറ്റിത്തരാം, നാളെ കൊണ്ടുപോയി അടച്ചാൽ മതി, അങ്ങനെയാണോ കേരള പോലീസ് ചെയ്യുന്നത്? ഒരു സാധാരണക്കാരായ ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരുത്തനാണ് കുടിച്ചിട്ട് വന്നെങ്കിൽ അവനെ അവിടെ ഇട്ട് ഈ തേജോവധം ചെയ്യും. സംശയമുണ്ടോ നിങ്ങൾക്ക്? സാധാരണക്കാരായ എല്ലാവർക്കും അറിയാം ആ കാര്യം. അവനെ പിടിച്ച് അവന്റെ വണ്ടി ഉൾപ്പെടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും, അവനെ എന്തൊക്കെ ചെയ്യാവോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്
ഹെലനോസ് പാട്രയ്ക്ക് മാത്രം എന്താണ്, അല്ലെങ്കിൽ ഫെയിം ഉള്ളവർക്കും ആൾക്കാർ അറിയപ്പെടുന്നവർക്കും മാത്രം എന്താണ് ഈ പ്രത്യേക പരിഗണന? ഇവർ പറഞ്ഞത് വെച്ചുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരു തെറ്റ്, പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് മറ്റൊരു തെറ്റ്, അതിനെ ചേസ് ചെയ്ത് പോലീസ് പോയി പിടിച്ചതാണ് പുറകെ പോയി, എന്നിട്ടാണ് പെറ്റി അടിച്ച് കൊടുക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പോലീസ് അങ്ങനെയാണോ ചെയ്യുന്നത്? അത് ഈ കാണിച്ചത് ഒരു ശരിയായ നടപടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെന്താണ് ഫെയിം ഉള്ളവർക്ക് മാത്രം പ്രത്യേക ഒരു പരിഗണന? ബാക്കിയൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. അതിന്റെ കുറെ കാരണങ്ങൾ പറഞ്ഞു അടച്ചാൽ മതി. ആരെയാണെങ്കിലും എന്റെ വണ്ടി പാടില്ല, ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ കുറെ കാരണമായിട്ട് പറഞ്ഞു തന്നെ വണ്ടി അടച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ പോലീസുകാരും തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്റെ വണ്ടി സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടി സാധനം ഉണ്ടാവും ഒരു വളരെ വ്യക്തമായിട്ട് വണ്ടി ചെക്ക് ചെയ്യാൻ ഞാൻ എന്റെ വണ്ടി പോസ്റ്റ് ചെയ്ത് ഉറപ്പുള്ള വ്യക്തിയാണ്. ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കും സ്ഥിരമായിട്ടല്ല. കാരണം ഞാൻ ഇവിടെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവും അങ്ങനെ അടിച്ചു ഒരു ബിയർ അടിച്ചു തന്നെയാണ് വണ്ടി ചെക്ക് ചെയ്യാൻ അതിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ടാണ് ഈ പറയുന്നത് ബിയർ അടിച്ചിട്ടുണ്ട്, ബിയർ അടിച്ചുമായി ആ ഒരു സംഭവം സ്ഥിരമായിട്ടല്ല. ആദ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വണ്ടി അടിച്ചിരുന്നു, ഒരു ബിയർ അടിച്ചിരുന്നു, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. വണ്ടി നിഷേധിക്കില്ല. നോർമൽ അതിന്റെ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണ് ആ പെറ്റിയാണ് 2 ദിവസമായി അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി ഇപ്പോഴാണ് ന്യൂസും കാര്യങ്ങളും ഒരിക്കലും ഒരു കാരണവശാലും വണ്ടി ഞാൻ ഒരാളെ എന്റെ ജീവിതത്തിൽ ഒരാളെ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്റെ വണ്ടി മദ്യപിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ 1 ബിയറോ 2 ബിയറോ 3 ബിയറോ കൂടി, അത് നിങ്ങളുടെ അയ്യാലെ കാശ് കൊടുത്ത് നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നതിനോ ബിയർ കുടിക്കുന്നതിനോ കള്ളു കുടിക്കുന്നതിനോ ഒന്നും ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് അതിനെ പറയേണ്ട കാര്യവുമില്ല. ഈ പറയുന്ന ഹെലനെ പല സമയത്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ചെറിയൊരു യൂട്യൂബർ ആണെങ്കിലും പല ഘട്ടത്തിലും പല വിഷയത്തിലും ഹെലനെ സപ്പോർട്ട് ചെയ്ത് ഒരാളാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും ഹെലനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതെന്താണ് അങ്ങനെ ഒരു നിയമം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഇങ്ങനെ, എന്തിന് കാറെന്ന് പറയുന്നത്, ഒരു ബൈക്കിൽ പോകുന്ന ഒരു വ്യക്തിയാണ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയെങ്കിൽ പോലീസ് ഇത്തരത്തിലാണോ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ കാറിലെ പോയ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത്തരത്തിലാണോ പോലീസ് പ്രതികരിക്കുന്നത്? ഒരിക്കലും അല്ല. പിന്നെന്താണ് ഇവരോടൊക്കെ മാത്രം ഇങ്ങനെ പെരുമാറുന്നത്? അതൊരു കേസ് കെട്ട്. രണ്ടാമതൊരു കേസ് കെട്ടെന്ന് പറഞ്ഞാൽ ഇവരിപ്പം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ അവിടെ നിർത്താതെ പോയത് എൻ്റെ വെട്ടത്ത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയും, അതുകൊണ്ടാണ്. ഹേയ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൊല ചെയ്തിട്ടും പിന്നെ ആരെയാലും തല്ലിക്കൊന്നിട്ടും ഒക്കെ അങ്ങ് പോയാൽ മതിയല്ലോ. നിങ്ങൾ സെലിബ്രിറ്റികളാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്തും അങ്ങ് ആവാവുന്നതാണോ? പോലീസ് ഈ നാട്ടിലെ നിയമം അതെല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ? എല്ലാ മനുഷ്യർക്കും പിന്നെ നിയമം ഒരുപോലെ ബാധകമല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കേസ് കെട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സമയത്ത് പിന്നെ നിങ്ങൾ ഒരാളെ ഇടിച്ച് കൊന്നിട്ടാ പോയെങ്കിൽ വണ്ടി നിർത്താതെ എന്നെ ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയും എന്നുള്ളത് കൊണ്ട് നിങ്ങളങ്ങ് പോയാൽ മതിയോ? ഇതാണോ ശരിയായ നടപടി? ഇവിടെ നിങ്ങൾ മദ്യപിച്ചതോ നിങ്ങൾ വണ്ടി ഓടിച്ചതോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾ നിയമം ലംഘിച്ചോ എന്നുള്ളതാണ്. മദ്യപിച്ചു എന്നുള്ളത് തെറ്റായിട്ട് നമ്മൾ കാണുന്നില്ല. അത് നിങ്ങൾ പിന്നെ വീട്ടുകാരുമായിട്ടൊക്കെ തീർക്കേണ്ട പ്രശ്നമാണ്. മദ്യപിക്കുന്ന പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമ്മളെ വ്യക്തിപരമായ താല്പര്യമാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ചോ എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ എത്രയൊക്കെ ഇൻഫ്ലുവൻസർ അല്ലെന്ന് പറഞ്ഞാലും ഈ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ കണക്കിന് വ്യൂ ഉള്ള, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുള്ള ഒരു യൂട്യൂബറായ ഒരു ഇൻഫ്ലുവൻസറായ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുമ്പം എൻ്റെ പൊന്നു സഹോദരി ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇപ്പം ഒരു വട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു കേസ് ഘട്ടത്തിൽ. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പം കുറച്ച് റിസൾട്ടൊക്കെ കാണിക്കുന്നുണ്ടോ? അതുകൂടെ ഒന്ന് കാണും. ഇപ്പം കേരളത്തിലെ ട്രെൻഡ് അതാണല്ലോ, എല്ലാവരും പോയി എന്തോലുമൊക്കെ കണ്ട കള്ളും കഞ്ചാവും എല്ലാം അടിച്ചിട്ട് പോയി ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കുക. ഇപ്പം അതാണല്ലോ നടക്കുന്നത് സോഷ്യൽ മീഡിയ നിറച്ചും. അതുകൂടെ കാണും. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എന്റെ നമ്പർ ഒന്നും എഴുതിയിട്ടാ ഞാൻ വെക്കാം ഇവിടെ, ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പൊ അത് എനിക്ക് ബാക്കി നിങ്ങൾ എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ശരിയില്ല. ഈ പറയുന്നത് പോലെ നിങ്ങളെ കാർ പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്.
ഗുഡ് ജോബ് വെരി 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 ഗുഡ്. നിങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്കൻ ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു, നിങ്ങളത് കോടതി പോയി അടക്കം അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യവുമല്ല. നിങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് കോളും ഇതൊക്കെ വന്ന് കാണുമായിരിക്കും, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. അത് നിങ്ങളെ അത്രയും അന്ധമായി സ്നേഹിക്കുന്നവർ കാണും. അല്ല, എന്തിന്റെ പേരിലാണ് എന്നുള്ളതാണ്. ഈ നാടിന് എന്തെങ്കിലും ഗുണം വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തി ചെയ്തതിന്റെ പേരിലാണോ? അല്ലെ സാമൂഹികമായി പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും വിഷയത്തിലാണോ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയത്? അല്ലല്ലോ. ഈ നാട്ടിലെ ഒരു നിയമം, ആ നിയമത്തെ ലംഘിച്ചതിന്റെ പേരിലാണ് നിങ്ങളെ പിടിച്ചോണ്ട് പോയത്. ആ ഒരു കേസ് കെട്ടാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കല്ല എൻ്റെ പൊന്നു സഹോദരി. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, വളരെ തെറ്റാണ്. നിങ്ങൾ എന്ത് ഫെയിമായാലും പോലീസ് കൈ കാണിച്ചാൽ വണ്ടി നിർത്തി, നിങ്ങൾക്ക് എന്തായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് പറയാഞ്ഞത് ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത്? വണ്ടി നിർത്താതെ പോയായിരുന്നെങ്കിൽ, നിങ്ങൾ പോയ പോക്കിൽ ഒരാളെ ഇടിച്ചായിരുന്നെങ്കിൽ, ഈ 4 പേര് അറിയുന്നവരെല്ലാവരും വണ്ടി എടുത്തോണ്ട് എന്തോലും തെറ്റ് ചെയ്തിട്ട് പിന്നെ പോലീസ് കൈ കാണിച്ചാലോ പോലീസ് പിടിക്കാൻ വന്നാലോ നിർത്താതെ അങ്ങ് പോകുകയാണ് ചെയ്യുന്നത്. സെലിബ്രിറ്റികൾക്ക് മാത്രം ഈ നാട്ടിൽ നിയമം ഇല്ല എന്നും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായി പറയണം, ഭരണഘടന എഴുതി ചേർക്കണം. 4 പേരെ അറിയുന്നവർക്ക് ഈ നാട്ടിലെ നിയമങ്ങൾ ബാധകമല്ല, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ സാധാരണക്കാരായ കൂലിപ്പണക്കാരായ പിന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവൻ്റെയൊക്കെ നെഞ്ചത്തെ ഞങ്ങൾ കയറുകയും ചെയ്യും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതി വെക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ബാക്കിയുടെ ഒന്ന് കേട്ടു നോക്കും. കേട്ടോ, വിഷയമുള്ള കാര്യമല്ല, ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയില്ല, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുകയില്ല. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എന്റെ പേര് പറയുന്നത് പോലെ ഡ്രങ്കൻ ഡ്രൈവ് നോക്കിയിട്ടൊക്കെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ന്യൂസ് വരും ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആരെങ്കിലും സ്വാഭാവികമായിട്ട് ചോദിച്ചു എന്റെ കാർ എടുത്തോണ്ട് പോയിട്ടുണ്ടോ, എന്നെ പറഞ്ഞതുപോലെ എന്നെ പോലീസ് ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടു, എന്റെ ഭാഗത്ത് നിന്ന് ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാൻ പാടില്ലാത്ത നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ എനിക്ക് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതും റിപ്പീറ്റ് ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് മദ്യപിക്കുകയോ എന്ത് വേണേലും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്തൊന്നും ഈ കേരളത്തിൽ ആരും നിങ്ങളെ വായിക്ക് പിടിക്കാനോ കൈക്ക് പിടിക്കാനോ ഒന്നും വരുന്നില്ല. ഇപ്പോഴും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പിന്നെ അപ്പോൾ ഡിവൈഎസ്പിയുടെക്ക് ഇപ്പോൾ ചെന്നിട്ട് ഒരു കള്ളു കുടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയതിന് ഒരു ഡിവൈഎസ്പിയുടെക്ക് പോയി കയറി കാണുന്നു. പിന്നെ എന്നിട്ട് സാധാരണ ഒരു മനുഷ്യൻ കള്ളു കുടിച്ചാൽ എന്താണ് നിങ്ങൾ എടുക്കുന്ന നടപടി? എന്താണ് ഈ സാധാരണ മനുഷ്യൻ? അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വ്യത്യാസമുള്ളത്? അതൊന്ന് പറ. ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഭരണഘടനയിൽ എന്ത് വ്യത്യാസമാണ് ഈ ഫെയിം ഉള്ളവർക്കും ഫെയിം ഇല്ലാത്തവർക്കും തമ്മിൽ ഉള്ള ഭരണഘടന നൽകുന്നത്? വിവേചനാധികാരത്തോടു കൂടി, വിവേചന ബുദ്ധിയോടുകൂടി ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു പിന്നെ നിയമമാണെങ്കിൽ ആ നിയമം ഈ രാജ്യത്ത് അതങ്ങനെ ശരിയല്ലല്ലോ. അത് എനിക്ക് സാധാരണക്കാരായ എനിക്ക് എങ്ങനെയാണോ നിയമം ബാധകം അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ബാധകം. നിങ്ങൾ ഡിവൈഎസ്പിയെ പോയി കണ്ടിട്ട് പിന്നെ ഡിവൈഎസ്പിയുടെ കയറി എങ്ങനെയാണ് ഒരു നോർമൽ ആൾക്കാർ, സാധാരണ ഒരാൾ കള്ളു കുടിച്ച് പിന്നെ വണ്ടി പിടിച്ചാലുള്ള നടപടി എങ്ങനെയാണ് എന്നൊക്കെ ഡിവൈഎസ്പിയെ കയറി കാണുന്നതെന്ന് തോന്നുന്നു. കള്ളു കുടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പെറ്റി അടയ്ക്കണം. അവർ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ സമ്മതിക്കത്തില്ല, വണ്ടി പിടിച്ച് അവിടെ ഇടും, സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തും, കെട്ടിറങ്ങിയിട്ടേ വിടത്തുള്ളൂ. വല്ല അവൻ്റെ നെഞ്ചത്ത് കയറ്റിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും മെക്കിട്ട് കയറാൻ പോയാലോ കേസ് കൊടുക്കും, അല്ല കേസെടുക്കും, ചിലപ്പോൾ റിമാൻഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ. ഇപ്പൊ കേരളത്തിന്റെ ഒരു പോക്ക് മനസ്സിലായല്ലോ. താടിയുള്ള അപ്പനെ പേടിയുണ്ട്, സാധാരണക്കാരായവർക്ക് അവനെന്നും അത് തന്നെ അവസ്ഥ. അപ്പൊ ഈ പറയുന്ന മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന കൂലിപ്പണിക്കാരോ നമ്മളെ പോലുള്ള സാധാരണക്കാരോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? പേടിക്കണം. ഫെയിമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ 4 പേരെ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് അവർക്ക് പോകാം. അവരെ വീട്ടിൽ ചെന്നിട്ട് മറ്റേ സാധനം കൊണ്ടുപോയി ചൂതിപ്പിച്ച് പെറ്റി എഴുതി കൊടുത്ത് ഇന്നാ മോളെ കൊണ്ടുപോ, നാളെ കോടതി കൊണ്ട് അടച്ചേക്കണേ എൻ്റെ പൊന്നുമോള് എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. എന്താ പറയാനാ, കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ എന്തോന്ന് വെച്ചാൽ ചെയ്യ്. ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റിൽ പറ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ സഹോദരങ്ങളെ, എന്താണ് ഈ നാട്ടിൽ ഇത്രയും വിവേചനങ്ങൾ? ഇവരൊക്കെ വലിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളാണ്, അല്ലെങ്കിൽ 4 പേരെ അറിയുന്നവരാണ്. എന്നിട്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുക, എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ്. ഇതിന്റെ കുറച്ച് ഭാഗവും കൂടെ ഉണ്ട്, പിന്നെ അത് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇപ്പം അവരുടെ കുറച്ച് തെള്ളും കാര്യങ്ങളും പറയാനുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റായിട്ട് രേഖപ്പെടുത്തുക. പറ്റുന്നവരല്ല എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും എന്തോലും ഒരു കമൻറ്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് തരിക. നമുക്ക് വേറൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു.